പൊന്നാരൻ്റെ മക്കളെ മാളികക്കല്ല അടിപൊളി തെങ്ങ് ചെറിയ തൈത്തെങ്ങ് ഇങ്ങനെ വെച്ച് ചൊറുക്കിൽ വെച്ചിക്ക ഇങ്ങനെ ലൈനായിട്ട് തെങ്ങ് വെച്ചിട്ട് നടുവിൽ കുറേ ഒഴിവിട്ട സ്ഥലം. ഈ ഒഴിവിട്ട് കിടന്തിനാന്ന് വെച്ചാൽ ഈ കോഴി ഫാം അങ്ങനത്തെ പരിപാടിക്കൊക്കെ പറ്റും. നല്ല കോറി വെട്ടി ഒഴിവാക്കിയ സ്ഥലം. ഇത് കുറച്ച് തെങ്ങ് ലോക്കൽ തെങ്ങ്, അത് ഇവിടുന്ന് പറിച്ചു കൊടുത്ത തെങ്ങ്, അത് നോക്കണ്ട. ഒരു 10 തെങ്ങുള്ളൂ. ബാക്കിയുള്ള സ്ഥലം ഒരു പരിയുണ്ട്. 2 ഏക്കർ 60 സെൻറ്റും. തെങ്ങിൻ്റെ ചൊറുക്ക് അടുത്തെല്ലാം ആകുമ്പോഴത്തേന് നല്ല ഇപ്പം അടുത്ത് തോന വെക്കാതെ ചട്ടടൽ തുടങ്ങും. നല്ല കിളിയില വന്ന തെങ്ങ്, സൂപ്പർ തെങ്ങ്. അവിടെ ഇങ്ങനത്തെ അരിജായി തെങ്ങ് തോട്ടം തന്നെ ഇങ്ങനെ ലൈനാക്കി ഇങ്ങനെ വെച്ചുക, നടുവിൽ ഒഴിവിട്ടുക. നടുവിൽ കോഴി ഫാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയോ. അങ്ങനത്തെ ഐഡിയ വാസിലൂടെ വെച്ചതാണ്. ഒരു ഷെഡുണ്ട്, വേണമെങ്കിൽ പാർട്ടി നടത്താം. തെളിമാക്കാൻ്റെ വണ്ടി ഉണ്ട് അവിടെ. ആളുകളിങ്ങനെ ഉള്ളിൽ അത് തെളിമാക്കാൻ്റെ വണ്ടി ഇട്ട് അത് നോക്കണ്ട. അത് കൊടുക്കാളല്ല, അത് പെടൂല. അത് ഒഴിവാക്കിയിട്ടുള്ള കച്ചവടം. ഇപ്പുറത്ത് ഇത് ഇങ്ങനെ കുറച്ച് തൈത്തെങ്ങ്, ഇത് കാഴ്ചയിൽ തുടങ്ങിയിട്ടില്ല. അത് കായ്ക്കുള്ളതായിട്ട് അങ്ങോട്ടൊക്കെ 100 ഉള്ളൊക്കെ ഉണ്ട്. 2 ഏക്കർ 60 സെൻറ്റും. പിന്നെ അങ്ങനെ പോന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അതാ ഇത് കോഴി ഫാമിനെ പറ്റിയാണ്. കരണ്ടും വെള്ളമാണ്, പോസ്റ്റാണ് കിടക്കുന്നത്. കരണ്ടുള്ള അടിപൊളി ഞാനൊരു കുളം അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ പോകുന്നു, ഇനി അങ്ങോട്ടല്ലേ പോകാനാവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് കരണ്ടുണ്ട്. അങ്ങനെ തെങ്ങ് ഇതൊക്കെ കോഴി ഫാമിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നല്ല തെങ്ങ്. പിന്നെ അങ്ങനെ ചെറിയ അതിലെ കുറച്ചുകൂടി മൂത്ത തെങ്ങ് ചട്ടിട്ട് കൊണ്ട് ഇങ്ങനെ ആണ്. ചട്ടിട്ട് ചെറിയ ചെറിയ അച്ചിങ്ങൊക്കെ പിടിച്ചിങ്ങനെ തേങ്ങ ഉണ്ടായാലും തുടങ്ങും. ഇതും അങ്ങനെ അങ്ങനെ ആ ഗേറ്റാണിത്, ഇതിലേക്കുള്ള ഗേറ്റ്. ഇനി കോളാരൻ്റെ കൊടുന്നോളി.